നമുക്കെന്നേ ഉണക്കൊഞ്ചും മാങ്ങയും ചക്കക്കുരു മുരിങ്ങക്കോലും ഒക്കെ ഇട്ടൊരു കറി വെച്ചാലോ. ആദ്യം നമുക്ക് നമ്മുടെ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മൾ എണ്ണ ചൂടായി. വറ്റൽ മുളകും കൊള്ളും, കുറച്ച് കരിവേപ്പില നമുക്ക് കട്ടി, പച്ചമുളകിടാം, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കും. മാങ്ങ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കോൽ ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ചിരികി വെച്ചേക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ശകലം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കക്കൊഞ്ചില്ലേ, അതും ഒരു ശകലം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നിന്ന് നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ആണ് ഇടുന്നത്. മാങ്ങ പുളിയുണ്ട്, മാങ്ങ പുളി ഇച്ചിരി തക്കാളി പേസ്റ്റ് കൂടെ ചേർക്കും. മുരിങ്ങക്കോലും എന്നിട്ടുണ്ട്. അതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മണ്ണൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ഉണക്കക്കൊഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കണക്ക് കൊഞ്ച് കറി വെച്ചു. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ഡയറക്റ്റ് പാക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കറിക്കകത്തോട്ടിട്ടു. കറിയൊക്കെ സൂപ്പറായിരുന്നു, പക്ഷെ കറി കഴിച്ചുകൊണ്ട് നമ്മൾ മണ്ണ് കടിക്കുന്നു. എന്തായാലും പുള്ളി ഈ വീഡിയോ കാണും. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും മുളകും പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയുണ്ട്, അത് ഇട്ട് കൊടുക്കും. മാങ്ങയും മുരിങ്ങക്കോലും ചക്കക്കുരും ഒക്കെ ഇട്ട കറി റെഡിയായിട്ടുണ്ട്.